ആർമി, ഞാൻ സെനോബിറ്റിസിന്റെ ഹിന്ദുവാണ്. എൻ്റെ ആർമി എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ആർമി, ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ശരിക്കും ARMY ആർമി ആർമി ഹായ് ആർമി ഹായ് ആർമി. ഒരു കാലത്ത് നമ്മൾ ആർമി എന്ന് വിളിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ജിമിൻ ആർമി ആർമി എന്നൊക്കെ കേട്ടപ്പോൾ അങ്ങനെയായിപ്പോ കേട്ടോ. സോറി. അപ്പോൾ ആർമി, ഒരു കാര്യം പറയട്ടെ. വാട്ട്സ് ദാറ്റ്? ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈക്ക് ഡ്രോപ്പിനെ പറ്റിയാണ്. BTSന്റെ മൈക്ക് ഡ്രോപ്പ് ഇഷ്ടമില്ലാത്ത എത്ര പേരുണ്ട് ഇവിടെ? ആരും ഉണ്ടാവില്ല. BTS ആർമിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മൈക്ക് ഡ്രോപ്പ് മസ്റ്റായിട്ട് ഇഷ്ടപ്പെടും. ഇനി മൈക്ക് ഡ്രോപ്പ് കേൾക്കാത്ത ആരെങ്കിലും ആണോ നിങ്ങൾ? പുതിയ ആർമി കുട്ടീസൊക്കെ ആണെങ്കിൽ മൈക്ക് ഡ്രോപ്പ് ഒന്ന് കേട്ട് നോക്കൂ. മൈക്ക് ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു സോങ്സിന് ഒരുപാട് അർത്ഥമുണ്ട്. BTSനെ അടിച്ചു താഴ്ത്തിയവർക്ക് മുൻപിൽ അവാർഡുകളൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ BTS അവരുടെ സന്തോഷം പങ്കിട്ട വെല്ലുവിളിച്ചുകൊണ്ട്, അതായത് അവർക്കെതിരെ ഒരു റിപ്ലൈ കൊടുത്തുകൊണ്ടുള്ള ഒരു സോങ് ആണ് മൈക്ക് ഡ്രോപ്പ്. അതായത് BTSന്റെ അച്ചീവ്മെന്റ്സിനെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു സോങ് ആണ് മൈക്ക് ഡ്രോപ്പ്. ഹേറ്റേഴ്സിനുള്ള റിപ്ലൈ ഉണ്ട്, ആർമിക്കുള്ള താങ്ക്സ് ഉണ്ട്, ബിൽബോർഡിനുള്ള താങ്ക്സ് ഉണ്ട്, എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള BTSന്റെ സോങ് ആണ് മൈക്ക് ഡ്രോപ്പ്. അതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരു മിക്സും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ BTSന്റെ ആർമും ജെഹോബും, പിന്നെ അവരുടെ സ്ഥിരം ലിറിക്സ് ഒക്കെ എഴുതുന്ന ഒരു പാർട്ടിയാണ് പിതോങ് എന്ന് പറയുന്ന പ്രൊഡ്യൂസറും കൂടിയാണ് അദ്ദേഹവും. അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് പീഡിയയും ചേർന്നിട്ടാണ് ഇതിൻ്റെ ലിറിക്സ് എഴുതിയിട്ടുള്ളത്. അതുപോലെ ജാപ്പനീസ് ലിറിക്സും ഇവരാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജാപ്പനീസ് ലിറിക്സ് എഴുതണമെങ്കിൽ ഈ 4 പേർക്കും കൊറിയനോടൊപ്പം ജാപ്പനീസ് ഭാഷ അറിയും. ഹൗ ടാലൻറ്റഡ് ദേ ആർ. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? ഓക്കെ. പിന്നെ ഇനി BTSന് കിട്ടിയ കുറച്ച് അച്ചീവ്മെൻറ്റ്സിലോട്ടൊക്കെ നമുക്ക് ഇങ്ങനെ കടന്നു നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ നോക്കാതെ പറയാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഹൽ ഷോ ജസ്റ്റ് വെയിറ്റ്. നോക്കൂ. ഈ 2 പേപ്പറിലായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് അവാർഡ്സിൻ്റെ എണ്ണവും അവരുടെ ചാർട്ട്സും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ ഒരെണ്ണം നോക്കിയിട്ട് അടുത്ത പറയും, ഒന്ന് നോക്കും പറയും, ഒറ്റയടിക്ക് ഇങ്ങനെ പറയാൻ ഐ കാൺട്ട്. അപ്പോൾ പറയാം. BTSന്റെ എവർ ബെസ്റ്റ് സോങ് ആണ് മൈക്ക് ഡ്രോപ്പ്. 2017 റിലീസ് ചെയ്ത മൈക്ക് ഡ്രോപ്പ് എന്ന് പറയുന്ന ഈ ഒരു സോങ് ഒരു ഹിപ്പ് ഹോപ്പ് ടൈപ്പ് സോങ് ആണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അമേരിക്കൻ പ്രൊഡ്യൂസറും DJയും ആയിട്ടുള്ള സ്റ്റീവ് ഓക്കിയാണ്. BTSന്റെ 2 മെമ്പേഴ്സ് അടക്കം 4 പേർ ചേർന്ന് എഴുതിയിട്ടുള്ളതാണ് മൈക്ക് ഡ്രോപ്പിന്റെ ലിറിക്സ്. തങ്ങളുടെ വിജയത്തെയും അച്ചീവ്മെന്റ്സിനെയും ഒക്കെ ആസ്പദമാക്കിയിട്ട് BTS റിലീസ് ചെയ്ത സോങ് ആണ് മൈക്ക് ഡ്രോപ്പ്. K-pop ഇൻഡസ്ട്രിയിൽ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ട K-pop സോങ്ങും മൈക്ക് ഡ്രോപ്പ് ആണ്. എങ്കിൽ തന്നെ USAയുടെ സർട്ടിഫിക്കേഷൻ ആദ്യമായി ലഭിക്കുന്ന K-pop സോങ്ങും മൈക്ക് ഡ്രോപ്പ് തന്നെ. ബിൽബോർഡ് ചാർട്ടിൽ 40ാം സ്ഥാനത്ത് വരുന്ന ഫസ്റ്റ് K-pop സോങ് ആണ് മൈക്ക് ഡ്രോപ്പ്. US ബിൽബോർഡ് ഹോട്ട് 100 ചാർട്ടിൽ 28ാം സ്ഥാനമാണ് മൈക്ക് ഡ്രോപ്പിന്. കനേഡിയൻ ഹോട്ട് 100 ചാർട്ടിൽ 37ാം സ്ഥാനം. യുണൈറ്റഡ് കിങ്ഡത്തിന്റെ സിംഗിൾ ചാർട്ടിൽ 46ാം സ്ഥാനം. ബിൽബോർഡ് ജപ്പാൻ ഹോട്ട് 100 ചാർട്ടിൽ 1ാം സ്ഥാനവും ഓറിക്കോൺ സിംഗിൾ ചാർട്ടിൽ 1ാം സ്ഥാനവും മൈക്ക് ഡ്രോപ്പിനുണ്ട്. K-pop ഹോട്ട് 100 ചാർട്ടിൽ 6ാം സ്ഥാനം. US വേൾഡ് ഡിജിറ്റൽ സോങ് സെയിൽ ചാർട്ടിൽ 7ാം സ്ഥാനം. മലേഷ്യൻ ചാർട്ടിൽ 5ാം സ്ഥാനം. ഫ്രാൻസിന്റെ ചാർട്ടിൽ 33ാം സ്ഥാനം. സ്കോട്ട്ലൻഡ് ചാർട്ടിൽ 26ാം സ്ഥാനം. ഓസ്ട്രേലിയൻ ചാർട്ടിലാണെങ്കിൽ 50ാം സ്ഥാനം. ജർമ്മനിയുടെ ചാർട്ടിൽ 71ാം സ്ഥാനം. 2017 വേൾഡ്സ് ബെസ്റ്റ് സെല്ലിംഗ് സിംഗിൾസിൽ 17ാം സ്ഥാനമാണ് മൈക്ക് ഡ്രോപ്പിന്. റെക്കോർഡിംഗ് ഇൻഡസ്ട്രി അസോസിയേഷൻ ഓഫ് അമേരിക്കയുടെ വക പ്ലാറ്റിനം സർട്ടിഫിക്കേഷനും റെക്കോർഡിംഗ് ഇൻഡസ്ട്രി അസോസിയേഷൻ ഓഫ് ജപ്പാന്റെ വക ഡബിൾ പ്ലാറ്റിനം സർട്ടിഫിക്കേഷനും റെക്കോർഡിംഗ് ഇൻഡസ്ട്രി അസോസിയേഷൻ ഓഫ് ഓസ്ട്രേലിയയുടെ വക ഗോൾഡൻ സർട്ടിഫിക്കേഷനും ലഭിച്ച ഏക K-pop സോങ് ആണ് മൈക്ക് ഡ്രോപ്പ്. അമേരിക്കൻ റെക്കോർഡിംഗ് ഇൻഡസ്ട്രി വഴി 5 ലക്ഷത്തിന് മേലെ യൂണിറ്റുകളിൽ സെയിൽസ് നടക്കുകയും അതുപോലെ ഓസ്ട്രേലിയൻ റെക്കോർഡിംഗ് ഇൻഡസ്ട്രി വഴി 35,000-ന് മേലെ യൂണിറ്റുകളിൽ സെയിൽസ് നടക്കുകയും ചെയ്ത സോങ് ആണ് മൈക്ക് ഡ്രോപ്പ്. ഗാവോ ഡിജിറ്റൽ ചാർട്ടിൽ 17ാം സ്ഥാനവും കമ്പോണന്റ് ഡൗൺലോഡ് ചാർട്ടിൽ 19ാം സ്ഥാനവും കിട്ടിയ സോങ്ങും മൈക്ക് ഡ്രോപ്പ് ആണ്. മാത്രമല്ല ബിൽബോർഡ് K-pop ഹോട്ട് 100ൽ 6ാം സ്ഥാനവും മൈക്ക് ഡ്രോപ്പിനുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ? യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. ഇനിയും ഇതുപോലത്തെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്തണം. ഇനി അതല്ല, വീഡിയോ ഇഷ്ടമില്ലെങ്കിൽ യു ക്യാൻ ഡിസ്ലൈക്ക്, പോകാം, നോ പ്രോബ്ലം. നമ്മുടെ കൂടുതൽ ആർമീസിലേക്ക് ഇത് എത്തിക്കുകയാണെങ്കിൽ വളരെ ഉപകാരം. കാര്യം നമ്മുടെ ഫാനത്തിനെല്ലാം കൂട്ടുന്നത് നമുക്ക് എപ്പോഴും നല്ലതാണ്. പിന്നെ എന്നെപ്പോലുള്ള പാവം ആർമി യൂട്യൂബേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ നേരെ വീഡിയോ നമ്മുടെ ആർമി ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ, സാരാങ്ങയോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.